ടു സൈലം ലേണിംഗ് അമൃത മിസ് ആണ്. അപ്പൊ മകളെ, സ്കെയിലാർ പ്രൊഡക്റ്റും വെക്ടർ പ്രൊഡക്റ്റും അല്ലെ, നിങ്ങൾ ഈ ഒരു വർഷം വെക്ടർ ഓൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്ന രണ്ടാൾക്കാരാണ് ഈ സ്കെയിലാർ പ്രൊഡക്റ്റും വെക്ടർ പ്രൊഡക്റ്റും, അതായത് ഡോട്ട് പ്രൊഡക്റ്റും ക്രോസ് പ്രൊഡക്റ്റും. അപ്പൊ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അത് നമുക്കൊന്ന് വേഗം നോക്കാം. ആദ്യം നോക്കുന്നത് സ്കെയിലാർ പ്രൊഡക്റ്റ് ആണ്. ഈ സ്കെയിലാർ പ്രൊഡക്റ്റ് നോക്കുന്ന സമയത്ത് നമ്മളുടെ കയ്യിൽ രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, വെക്ടർ എയും വെക്ടർ ബിയും. അപ്പൊ ഈ രണ്ട് വെക്ടറുകളുടെ ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ തീറ്റയാണെന്ന് വിചാരിക്കുക. സോ ഇവിടെ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് ആണ് എടുക്കുന്നത്, അതായത് സ്കെയിലാർ പ്രൊഡക്റ്റ് ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം: വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഇസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി ഇൻറ്റു കോസ് തീറ്റ എന്ന് വരും. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് ഈ രണ്ട് വെക്ടറുകളുടെ ഇടയിലുള്ള ആംഗിൾ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ബേസിക് ആയിട്ട് രണ്ട് ഡോട്ട് പ്രൊഡക്റ്റ് കാണാനായിട്ട് നമുക്കുള്ള ഇക്വേഷൻ. ചില ചോദ്യങ്ങളിൽ നമ്മളോട് തീറ്റ കണ്ടുപിടിക്കാൻ മാത്രം പറയും, ദ ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ്. അപ്പോൾ ഈ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ റീഅറേഞ്ച് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എഴുതും എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. ഇങ്ങനെയാണ് നമ്മൾ കോസ് ഇൻവേഴ്സ് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, തീറ്റ എന്ന് പറയുന്നതിന്റെ വാല്യൂ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി നമുക്കറിയാം രണ്ട് ലൈൻസ്, രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ, ഓക്കെ, ഇതെന്റെ എ വെക്ടറും ഇതെന്റെ ബി വെക്ടറും ആണ്, ഇവർ പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇവർ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഇവർ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, വെക്ടർ എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി ഇൻറ്റു കോസ് 90 എന്ന് വരും. അപ്പൊ രണ്ടും പെർപെൻഡിക്കുലർ ആണെങ്കിൽ കോസ് 90, നമുക്കറിയാം കോസ് 90ന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ് അല്ലേ. അപ്പൊ ഇത് എന്തായിട്ട് മാറും, എ ഡോട്ട് ബി എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. അപ്പം എയും ബിയും പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. വെരി 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 ഇമ്പോർട്ടൻറ്റ്. അതേപോലെ നമ്മളുടെ എ വെക്ടറിലേക്ക് തന്നെ നമ്മൾ ഡോട്ട് ചെയ്യാണ്, എ ഡോട്ട് എ ചെയ്യുവാണ്, അതായത് എ സ്ക്വയർ അല്ലേ. നമ്മുടെ വെക്ടർ എ സ്ക്വയർ എന്ന് എഴുതുവാണെങ്കിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ മാത്രമായിരിക്കും. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ എ വെക്ടറോട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 0 ആണ്, കോസ് 0 1 ആണ്. അപ്പം എ ഇൻറ്റു എ സ്ക്വയർ, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ, അത്ര മാത്രമേ നമുക്ക് എന്ത് വരുള്ളൂ, നമ്മളുടെ എ ഡോട്ട് എ എന്ന് പറഞ്ഞത് വരുന്നുള്ളൂ. ഇനി തീറ്റയുടെ വാല്യൂ പൈ ആണെങ്കിൽ എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ മൈനസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്ന് വരും. ബാക്കി നിങ്ങൾക്ക് ചിന്തിച്ചുണ്ടാക്കാവുന്നതേ ഉള്ളൂ. തീറ്റയുടെ വാല്യൂ മാറുന്നതിനനുസരിച്ച് കോസ് തീറ്റ മാറും, അതിനനുസരിച്ച് നമ്മുടെ ഡോട്ട് പ്രൊഡക്റ്റിന്റെ വാല്യൂ മാറും. ഇനി ഇതേ കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സാധാരണ പോലെ നമുക്ക് രണ്ട് വെക്ടർ തരുവാണ്, അതായത് ഈ ഒരു ഫോർമാറ്റിൽ നമുക്ക് രണ്ട് വെക്ടറുകൾ തരുവാണെന്ന് വിചാരിക്കുക. എ വെക്ടർ ഇസ് ഈക്വൽ ടു a1i പ്ലസ് b1j പ്ലസ് c1k, ബി വെക്ടർ ഇസ് ഈക്വൽ ടു a2i പ്ലസ് b2j പ്ലസ് c2k. ഇങ്ങനെ തരുവാണെങ്കിൽ നമ്മൾ എങ്ങനെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കും? വളരെ സിമ്പിൾ ആണ്. ഐയുടെ ടേമുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് a1 ഇൻറ്റു a2 പ്ലസ് ജെയുടെ ടേമുകൾ മൾട്ടിപ്ലൈ ചെയ്യുക b1 ഇൻറ്റു b2 പ്ലസ് കെയുടെ ടേമുകൾ മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് c1 ഇൻറ്റു c2. ഇത്രയും ചെയ്താൽ മതി. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഡോട്ട് ഐ എന്ന് പറയുന്നത് എന്താണ്, ഐ ഡോട്ട് ഐ എന്ന് പറയുന്നത് 1 ആണ്. നമ്മളിപ്പോൾ പറഞ്ഞു എ ഡോട്ട് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മോഡ് എ സ്ക്വയർ ആണ്. അതേപോലെ എന്തുകൊണ്ട് ഐ ഡോട്ട് ഐ എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള ആംഗിൾ 0 ആണ്, കോസ് 0യുടെ വാല്യൂ 1 ആണ്. അപ്പൊ ഐ ഡോട്ട് ഐ എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ആണ്. ജെ ഡോട്ട് ജെ എന്ന് പറഞ്ഞാൽ 1 ആണ്. കെ ഡോട്ട് കെ എന്ന് പറഞ്ഞാലും 1 ആണ്. ഇനി ഐ ഡോട്ട് ജെ ആണ് ചെയ്യുന്നതെങ്കിലോ ഐയും ജെയും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ് അല്ലെ. ഐ വെക്ടറും ജെ വെക്ടറും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. അപ്പൊ എന്ത് വരും, കോസ് 90 വരും, അത് 0 ആയി പോകും. അപ്പൊ ഐ ജെ കെ എന്ന് പറയുന്നതിൽ ഈ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐയുടെ ടേമുകൾ മാത്രം മൾട്ടിപ്ലൈ ചെയ്യുക, ജെയുടെ ടേമുകൾ മാത്രം മൾട്ടിപ്ലൈ ചെയ്യുക, കെയുടെ ടേമുകൾ മാത്രം മൾട്ടിപ്ലൈ ചെയ്യുക. ഇതാണ് ഡോട്ട് പ്രൊഡക്റ്റ്. ഇനി ഈ രണ്ട് ലൈനുകൾ പെർപെൻഡിക്കുലർ ആണെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. പാരലൽ ആണെങ്കിൽ a1 by a2 is equal to b1 by b2 equal to c1 by c2 എന്ന് വരും. ഇത്രയും കാര്യങ്ങളാണ് ഡോട്ട് പ്രൊഡക്റ്റിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഇത്ര കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി ഒരു കാര്യം കൂടി ഉണ്ട് ഇതിൻ്റെ അകത്ത്, പ്രൊജക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആ പ്രൊജക്ഷന്റെ കാര്യങ്ങളും ബാക്കിയെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആപ്പിൽ പഠിപ്പിക്കാം. നമുക്ക് കുറച്ച് സമയം കൊണ്ട് പ്രൊജക്ഷൻ പറയാൻ പറ്റില്ല, അത് നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് നോക്കണം, വെക്ടർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റ് നോക്കണം. പിന്നെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളുടെ സ്കെയിലാർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന
ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് നമുക്ക് വരുന്നത്, അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. വെക്ടർ ക്വാണ്ടിറ്റി ആയിരിക്കില്ല, സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. നേരെ മറിച്ച് നമ്മളൊരു വെക്ടർ പ്രൊഡക്റ്റ് ആണ് എടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റ് ആണ് എടുക്കുന്നതെങ്കിൽ ഇതിന്റെ ആൻസർ ആയിട്ട് നമുക്ക് വരുന്നത് എന്തായിരിക്കും? ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയിരിക്കും. പറഞ്ഞുതരാം. ഇവിടെ നമ്മളുടെ കയ്യിൽ രണ്ട് നോൺ സീറോ നോൺ പാരലൽ വെക്ടേഴ്സ് ഉണ്ട് എന്ന് വിചാരിക്കുക. നോൺ സീറോ നോൺ പാരലൽ വെക്ടേഴ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഇൻറ്റു സൈൻ തീറ്റയാണ് ആൻഡ് എൻ ക്യാപ്. ഇവിടെ എൻ ക്യാപ് എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് ദ വെക്ടേഴ്സ്. ഓക്കെ, അവിടെ സൈൻ തീറ്റയാണ് വരുന്നത്. ഓക്കെ, ഇവിടെ നേരത്തെ കോസ് തീറ്റ ആണെങ്കിൽ ഇവിടെ സൈൻ തീറ്റയാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എ ക്രോസ് ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്ന് വരും. തീറ്റയുടെ വാല്യൂ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഇങ്ങനെ വരും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറയാം, ഈ രണ്ട് വെക്ടേഴ്സും പാരലൽ ആണെങ്കിൽ തീറ്റയുടെ വാല്യൂ എന്തായിരിക്കും? 0 എന്ന് വരും. സൈൻ 0 എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് തന്നെ എ ക്രോസ് ബിയുടെ വാല്യൂ എന്തായിട്ട് മാറും? എ ക്രോസ് ബി ഈക്വൽ ടു 0 എന്ന് വരും. അതാണ് ഇവിടെ നോൺ പാരലൽ എന്ന് പറഞ്ഞത്. ഇവർ പാരലൽ ആണെങ്കിൽ ഇവർ തമ്മിലുള്ള ആംഗിൾ ഒന്നുകിൽ 0 അല്ലെങ്കിൽ 180 വരും. 0 വന്നാലും 180 വന്നാലും സൈൻ 0 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അപ്പൊ നമ്മുടെ ക്രോസ് പ്രൊഡക്റ്റ് ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, രണ്ടാളും പാരലൽ ആണെങ്കിൽ നമ്മുടെ ക്രോസ് പ്രൊഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി അവർ പെർപെൻഡിക്കുലർ ആണെങ്കിൽ എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി ഈക്വൽ ടു. അതെന്തുകൊണ്ടാ? കാരണം സൈൻ 90 എന്ന് പറയുന്നതിന് വാല്യൂ ഉണ്ട്, ദാറ്റ് ഈസ് 1. അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ സംഭവിക്കുന്നത്. ഇനി സൈൻ തീറ്റ നമ്മൾ പറഞ്ഞു, ഇത് പറഞ്ഞു, യെസ്. പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എ ക്രോസ് ബി നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ ആണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. എ ക്രോസ് ബിയും ബി ക്രോസ് എയും എന്തല്ല? ഈക്വൽ അല്ല. ഇതും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, റെഡി. ഇനി നമുക്ക് രണ്ട് വെക്ടേഴ്സ് തന്നു, ഡയറക്റ്റ് നമുക്ക് രണ്ട് വെക്ടേഴ്സ് തന്നു, അവരെ നമ്മൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും? അതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ നോക്കുക, നേരത്തെ നമ്മൾ പറഞ്ഞു ഐ ഡോട്ട് ഐ എന്ന് പറയുന്നതിന്റെ വാല്യൂ 1 ആണ്, കാരണം കോസ് 0 1 ആയതുകൊണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ വരുന്ന സമയത്ത് ഐ ക്രോസ് ഐ എന്ന് പറയുമ്പോൾ അവർ തമ്മിലുള്ള ആംഗിൾ 0 ആണ്. സൈൻ 0 എന്താണ്? 0 ആണ്. അപ്പോൾ ഇവിടെ ഐ ഡോട്ട് ഐയും ജെ ക്രോസ് ജെയും കെ ക്രോസ് കെയും എന്താണ്? 0 ആണ്. ഇവരൊക്കെ 0 ആണ്. റെഡി. ഇനി ഇവർക്ക് വാല്യൂ ഉള്ളത് ആർക്ക് മാത്രമാണ്? ഐ ഡോട്ട് ജെ ഇസ് ഈക്വൽ ടു കെ, ജെ ഡോട്ട് കെ ഇസ് ഈക്വൽ ടു ഐ, കെ ഡോട്ട് ഐ ഇസ് ഈക്വൽ ടു ജെ. ഇങ്ങനെയാണ് നമ്മളുടെ ആൻസർ വരുന്നത്. അതിനാണ് ഈ ചിത്രം നമുക്ക് പഠിപ്പിക്കുന്നത്. ഇവിടെ നോക്കുക, ഈ ഓർഡർ തെറ്റിയാൽ നമ്മുടെ ആൻസർ തെറ്റു കേട്ടോ. ഐ ഡോട്ട് ജെ, ഐ ക്രോസ് ജെ. ഓക്കെ, ഐ ക്രോസ് ജെ എന്ന് പറഞ്ഞാൽ കെ ആണ്. ഇനി ജെയിൽ നിന്ന് കെയിലോട്ട് പോവാണ്. ജെ ക്രോസ് കെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ആണ്. കെ ക്രോസ് ഐ എന്ന് പറഞ്ഞാൽ ആരാണ്? ജെ ആണ്. ഇത് മാറിപ്പോരുത്. ഇനി നേരെ മറിച്ച് നമ്മൾ പറയുവാണ് ഐ ക്രോസ് ജെ, ഐ ക്രോസ് കെ എന്ന് നമ്മൾ പറയുവാണെങ്കിൽ അതിന്റെ ആൻസർ ജെ അല്ല, മൈനസ് ജെ ആണ്. സൈന് മാറും. ഈ ഓർഡറിൽ പോയാൽ മാത്രമേ നമുക്ക് ഐയും ജെയും കെയും കിട്ടത്തുള്ളൂ. തിരിച്ചു പോയാൽ അതിന്റെ ആൻസർ എന്താവും? മൈനസ് ആവും. ശ്രദ്ധിക്കാം. ഇനി രണ്ട് വെക്ടറുകൾ തന്നാൽ നമുക്ക് ക്രോസ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കേണ്ട ഈ ഒരു ഫോർമാറ്റ്, മെട്രിക്സ് ഫോർമാറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഐയുടെ ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുക. B1 C2 മൈനസ് C1 B2 മൈനസ് ജെ ഇൻറ്റു A1 C2 മൈനസ് C1 A2 പിന്നെ K ഇൻറ്റു A1 B2 മൈനസ് B1 A2. ഇത് ചെയ്ത് നമുക്ക് ആൻസർ എന്ത് ചെയ്യും? വെക്ടറിൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ ഇതിൽ നമുക്ക് പഠിക്കാനുണ്ട് ഏരിയ ഓഫ് ട്രയാങ്കിൾ, ഏരിയ ഓഫ് പാരലോഗ്രാം, നേരത്തെ പറഞ്ഞ ഒരു പ്രൊജക്ഷൻ ഓഫ് ലൈൻ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ആപ്പിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ഇതൊക്കെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ആ ബാച്ചിൽ നമ്മൾ അടിപൊളിയായിട്ട് എല്ലാ ടോപ്പിക്സും ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നതാണ്. ആരും തന്നെ ചാൻസ് മിസ് ചെയ്യരുത്. വേഗം തന്നെ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കാം.